ബഹുമാന്യരായ എൻ്റെ നാട്ടുകാരെ, ഞാൻ മുഖത്തല മംഗലത്ത് വീട്ടിൽ ചെല്ലപ്പൻ പിള്ള മകൻ സി കൃഷ്ണൻകുട്ടി നായർ ഇക്കഴിഞ്ഞ 11-ാം തീയതി ഒരു കള്ളപ്പരാതിയുടെ അടിസ്ഥാനത്തിൽ കോട്ടയം സ്റ്റേഷനിൽ നിന്ന് വിളിച്ചതനുസരിച്ച് എനിക്കവിടെ പോകേണ്ടി വന്നു. ആ ഒരു സംഭവത്തെ തുടർന്നാണ് ഇന്ന് ഒരു വീഡിയോ ചെയ്ത് കാര്യങ്ങൾ നാട്ടുകാരെ അറിയിക്കാമെന്ന് വെച്ചത്. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. സംഭവിച്ചാൽ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരുന്നതിനും ഗൂഢാലോചനക്കാരെ ഉൾപ്പെടെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നതിനും ഇത്തരത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടെന്ന് അറിയിക്കുന്നതിനുമാണ്, ബഹുമാനപ്പെട്ട നാട്ടുകാരെ അറിയിക്കുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എല്ലാത്തിൻ്റെയും ഉപരി മനുഷ്യരാണ് വലിയ ശക്തി. ഞാൻ BCom പാസ്സായതിനു ശേഷം മുഖത്തല അപ്പക്കുട്ടൻപിള്ള, അതായത് അപ്പണ്ണൻ എന്ന് ഞാൻ വിളിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ ത്രിവേണി ട്യൂട്ടോറിയൽസ്, അവിടെയാണ് ഞാനൊരു ട്യൂട്ടോറിയൽ അധ്യാപകനായി പ്രവർത്തനം ആരംഭിച്ചത്. ഏകദേശം 1 വർഷത്തോളം ഇംഗ്ലീഷ് അധ്യാപകനായി ഞാൻ ബഹുമാനപ്പെട്ട അപ്പണ്ണനോടൊപ്പം പ്രവർത്തിച്ചു. അങ്ങനെ ഇരിക്കെ CPM നേതാവ് ബഹുമാന്യനായ P. രാജേന്ദ്രൻ സാർ അവരുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് സഹകരണ മേഖലയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, ഒരു ട്യൂട്ടോറിയൽ കോളേജ് ആരംഭിക്കുകയുണ്ടായി. അതിൻ്റെ ബ്രാഞ്ചായി മുഖത്തലയിലും കോപ്പറേറ്റീവ് കോളേജ് നിലവിൽ വന്നു. CPM അനുഭാവിയായ എന്നെ കൂടി അധ്യാപകനായി ആ ട്യൂട്ടോറിയൽ കോളേജിൽ എടുക്കുകയും അവിടെ ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനായി എൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് 2 അധ്യാപകരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കുട്ടികളാകമാനം കൃഷ്ണൻകുട്ടി സാർ പഠിപ്പിച്ചാൽ മതി എന്നുള്ള വാശി, സാറ് പഠിപ്പിച്ചാലാണ് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞ് വാശി വെച്ചതിനെ തുടർന്ന് മറ്റേ ഇംഗ്ലീഷ് അധ്യാപകൻ സ്വയം പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ഞാൻ സർക്കാർ ജോലി കിട്ടി പോകുന്നത് വരെ മുഖത്തലയിലെ കോപ്പറേറ്റീവ് കോളേജിൽ ഞാൻ മാത്രമായിരുന്നു ഇംഗ്ലീഷ് അധ്യാപകൻ. ആയിരത്തി 1985 എനിക്ക് ജോലി കിട്ടുകയും ഞാൻ അങ്ങനെ ട്യൂട്ടോറിയൽ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു. 1987 എൻ്റെ വിവാഹം. എൻ്റെ വിവാഹത്തിന് മുമ്പും പിമ്പും ചില ആളുകൾ ഒരാളുടെ നേതൃത്വത്തിൽ എൻ്റെ പിറകെ നടന്ന് എന്നെ സങ്കടപ്പെടുത്തുക, എനിക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുക, എന്നെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ
ആരംഭിച്ചു വരികയായിരുന്നു. സത്യത്തിൽ ഇത് എന്നെ ബോധപൂർവം ശല്യപ്പെടുത്താനാണ് എന്നുള്ള ഒരു ധാരണ അന്ന് എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഒട്ടേറെ കഷ്ടനഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായി. 2022 എൻ്റെ നേരെ ഒരു വധശ്രമം ഉണ്ടായി. വളരെ കഷ്ടിച്ചാണ് ആ വധശ്രമത്തിൽ നിന്നും ദൈവഭാഗ്യത്താൽ ഞാൻ രക്ഷപ്പെട്ടത്. ഉടൻ തന്നെ ഞാൻ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ഇതിൽ ബന്ധപ്പെട്ട കക്ഷിയെയും എന്നെയും പലതവണ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ SI പോലീസ്, അതുപോലെ തന്നെ സർക്കിൾ ഇൻസ്പെക്ടർ പോലീസ് തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർ വിളിപ്പിക്കുകയും ഇക്കാര്യം ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ SI അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, ഇനി ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ കേസുമായിട്ട് പിന്നെ മുന്നോട്ട് പോയില്ല. എന്നാൽ ആ കേസ് ഞാൻ പിൻവലിക്കാൻ തയ്യാറായില്ല. കൊട്ടിയത്തെ പോലീസ് സ്റ്റേഷനിലെ റെക്കോർഡ് അനുസരിച്ച് ആ കേസ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ എങ്ങനെ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് വിചാരിച്ച് നടക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട്. അപ്പൊ ഇയാൾ എന്നെ കാണുമ്പോൾ കാർക്കിച്ച് തുപ്പുക, ഞാൻ ആണും പെണ്ണും കെട്ടവനെന്ന് പറയുക, എന്നെ റോഡിൽ വെച്ച് എന്തുവാണ് ജാടയും കാണിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ചവിട്ടാൻ വരിക, ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങളുണ്ടായി. ഒരു 5 പേര് ഞാൻ പ്രത്യേകം കണ്ട് ഓരോരുത്തരെയായി പുള്ളിയോട് എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയുണ്ടായി. അക്കൂട്ടത്തിൽ ഈ വ്യക്തിയുടെ ഒരു ചിറ്റപ്പൻ, അദ്ദേഹം കരയോഗത്തിൻ്റെ പ്രവർത്തകനും നമ്മുടെ നാട്ടിൽ വളരെ സമ്മതനുമായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹവും ചെന്ന് പറഞ്ഞു, പുള്ളി കേൾക്കില്ല, വഴങ്ങില്ല. അങ്ങനെ 2024 7-ാം മാസം ഞാൻ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു, ഇങ്ങനെ ഒരാൾ എൻ്റെ പിറകെ നടന്ന് ശല്യം ചെയ്യുന്നു എന്ന് കാണിച്ച്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും ബന്ധപ്പെട്ട കക്ഷിയെ കണ്ട് അയാളെ ശല്യപ്പെടുത്തരുതെന്ന് അയാളോട് പറഞ്ഞു. അങ്ങനെ കുറേ നാളുകളായി ഇത്തരം പ്രവർത്തനങ്ങളൊന്നും എന്നെ നേരെ വരാതിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഈ 4 മാസം ഇയാൾ കരുക്കൾ നീക്കുകയായിരുന്നു എന്ന് മനസ്സിലായി. ഉണ്ടായത് എന്തെന്ന് ചോദിച്ചാൽ, വികലാംഗ കമ്മീഷണർക്ക് താൻ വികലാംഗനാണെന്നും വലിയ ശക്തിമാനായ മുഖത്തലയിലുള്ള ഒരാൾ, വലിയ ചട്ടമ്പിയായിട്ടുള്ള ഒരാൾ എൻ്റെ പിറകെ നടന്ന് വികലാംഗനായി എന്നെ ഉപദ്രവിക്കുന്നു എന്ന് കാണിച്ച് അദ്ദേഹം വികലാംഗ കമ്മീഷണർക്ക് പരാതി കൊടുത്തു. അപ്പോൾ വികലാംഗ കമ്മീഷണർ കൊടുത്ത പരാതി അവർ കൊട്ടിയം പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി. അങ്ങനെയാണ് 11/2/2025 എന്നെ വിളിപ്പിച്ചത്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹവുമായി ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ സംസാരിക്കുകയാണ്. അപ്പോൾ ആ കുറച്ച് സമയം കഴിച്ചതിന് ശേഷം എന്നെ വിളിപ്പിച്ചു. എന്നോട് ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ ചോദിക്കുകയാണ്, ഈ പാവപ്പെട്ട വികലാംഗനെ എന്തിനാണ് നടന്ന് ശല്യം ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഇത് ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് കള്ളപ്പരാതിയാണ്. ഇദ്ദേഹം എന്നെ വളരെ നാളുകളായി എൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് എന്നോട് ഒരുപക്ഷെ അസൂയയോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം പോലെ മറ്റാരെങ്കിലും ഏൽപ്പിക്കുകയോ വല്ലതും ചെയ്തായിരിക്കും. അപ്പം ഇതൊന്നും കേൾക്കാൻ ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ പോലീസ് തയ്യാറാകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാൻ നുണപരിശോധനയ്ക്ക് തയ്യാറാണ്, ഞാൻ നാർക്കോ അനാലിസിസിന് തയ്യാറാണ്, അതല്ല ഏത് ശാസ്ത്രീയമായ
കള്ളം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എന്ത് മാർഗം ഉപയോഗിക്കുന്നതിനും ഞാൻ റെഡി. പക്ഷെ അതിനുശേഷം എന്നെ പരിശോധിച്ചതിന് ശേഷം ഈ പരാതിക്കാരനായ ഈ വികലാംഗനെ പരിശോധിച്ച് കുറ്റകൃത്യം കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രപ്പോസൽ ഞാൻ വെച്ചപ്പോൾ അദ്ദേഹം സ്റ്റേറ്റ്മെൻ്റ് എഴുതി നിങ്ങൾ പിരിഞ്ഞു പോകാൻ പറഞ്ഞു, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിപ്പിക്കാമെന്ന് പറഞ്ഞാണ് വിട്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ MPhil സൈക്കോളജിയിൽ നേടിയ ഒരാളാണ്, MPhil. അതുപോലെ തന്നെ MA ക്ലിനിക്കൽ സൈക്കോളജി, അതുപോലെ PG ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി, അതേപോലെ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷനിൽ PG ഡിപ്ലോമ. ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ കൊല്ലം ജില്ലയിൽ ഇതേവരെ ഞാൻ മാത്രമേ പാസ്സായിട്ടുള്ളൂ. ജീവിത നിപുണതകൾ, ഈ ഇത്രത്തോളം സ്ട്രെസ് മനുഷ്യരനുഭവിക്കുന്ന ഈ 21ാം നൂറ്റാണ്ടിൽ നമ്മൾ എങ്ങനെയാണ് സ്കിൽ ഉപയോഗിച്ച് ഒരു ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 10 സ്കില്ലാണ്, അത് എങ്ങനെയാണ് എന്ന് പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ബിരുദമെടുത്തത്. പിന്നെ BCom ഡിഗ്രിയും എനിക്കുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ആളുകളുടെ നേതൃത്വത്തിൽ എങ്ങനെയും കിഷുകുട്ടിക്ക് ഒരവസരവും കൊടുക്കരുത്, എന്തവസരം വന്നാലും ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്നാലും എനിക്ക് തരാൻ സമ്മതിക്കില്ല. IT-യിൽ ചന്ദനത്തോപ്പ് IT സ്കില്ല് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ നടന്നു. അപ്പോൾ അന്ന് ഇൻ്റർവ്യൂ നടന്നതിന് ശേഷം ഈ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ഡിഗ്രി ഉള്ളത് എനിക്ക് മാത്രം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, കൃഷ്ണകുട്ടിയെ തീരുമാനിച്ചിരിക്കുന്നു, എന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ എന്നെ വിളിച്ചില്ല. അപ്പോൾ ഇതിലൊരാൾ അവിടെ പ്രിൻസിപ്പളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അയാൾ വലിയ കുഴപ്പക്കാരനാണ്, അയാളെ എടുക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്കില്ല് യോഗ്യതയുള്ള, ലൈഫ് സ്കിൽ യോഗ്യത പോലും ഇല്ലാത്ത ഒരാളെയാണ് അവിടെ പിന്നീട് 2ാം റാങ്കിൽ വന്ന ഒരാളെയാണ് അവിടെ എടുത്തത്. അപ്പോൾ 2022 ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് കൊല്ലത്ത് ഉൾപ്പെടെ 14 ജില്ലകളിലേക്കും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് മെമ്പർമാരെ നിയമിക്കുന്നതിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ കൊല്ലം ജില്ലയിൽ 168 പേർ അപേക്ഷകരായി ഉണ്ടായിരുന്നു. അതിൽ MPhil യോഗ്യതയുള്ള ഒരാൾ ഞാൻ മാത്രമായിരുന്നു. അപ്പോഴും മുഖത്തല നിന്ന് ചില ആളുകൾ, മുഖത്തല നിവാസിയായ ഒരാൾ CPM-ന്റെ പാർട്ടി ഓഫീസിൽ ക്ലറിക്കൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് യാതൊരു കാരണവശാലും കിഷൻകുട്ടിക്ക് നിയമനം കൊടുക്കരുത് എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അദ്ദേഹം നല്ല മനസ്സോടെ കൊടുക്കില്ല എന്ന് ദൃഢനിശ്ചയമെടുക്കുകയും അതിനുവേണ്ടി പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഒന്ന് മനസ്സിലാക്കേണ്ടത്, 30 വർഷം ഞാൻ ഇതിനു വേണ്ടി അപേക്ഷിക്കുമ്പോൾ 30 കൊല്ലമായി CPM പാർട്ടി അംഗമായി പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. അതായത് ഞാൻ സർവീസിൽ ഇരുന്നപ്പോൾ എൻ്റെ ശമ്പളത്തിനനുസരിച്ച് പാർട്ടിക്ക് ലെവിയും വരിയും കൊടുത്ത് ഇത്രയും കാലം എൻ്റെ ഒരു പുരുഷായുസിൻ്റെ പകുതി പാർട്ടി മെമ്പറായിരുന്ന ആളാണ്. പുള്ളി ഒരു കള്ളം പറയുക, അപ്പം മറ്റു നേതാക്കന്മാർ ചോദിക്കുക, അയ്യേ കൃഷ്ണൻകുട്ടിക്ക് കൊടുത്തില്ലേ, കൃഷ്ണൻകുട്ടിക്ക് നല്ല ഡിഗ്രിയൊക്കെ ഉണ്ടല്ലോ, കൃഷ്ണൻകുട്ടി നമ്മളെ പാർട്ടി പറയും. അപ്പം പുതിയ ഒരു കള്ളം പറഞ്ഞ് പിന്നീട് ആരെങ്കിലും ചോദിക്കുമ്പോൾ വേറൊരു കള്ളം പറഞ്ഞ്, അങ്ങനെ എന്നെക്കുറിച്ച് പറയാവുന്നതിൻ്റെ മാക്സിമം പുള്ളി പാർട്ടി ഓഫീസിൽ അവതരിപ്പിച്ച് ഇപ്പം സ്വയം അവഹേള പാത്രമായി. ഇയാൾ ഒരു കാരണവശാലും ഇയാൾ പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ മറ്റാളുകൾ, അതായത് 1-2 പേർ മാത്രമാണ് ഇപ്പം ഈ പറയുന്ന വ്യക്തിയുമായി പാർട്ടി ഓഫീസിൽ ഇയാളുമായിട്ട് അടുപ്പമുള്ളത്. ബാക്കി ഉള്ളവർക്ക് മൊത്തം മനസ്സിലായി ഇയാൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലേക്ക് കൊല്ലത്ത് 5 പേരെ നിയമിച്ചു. 4 പേരും പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല. അപ്പം അതിൽ ഒരാളിൻ്റെ യോഗ്യത സംബന്ധിച്ച്
എനിക്ക് കിട്ടാതായതിനെ കുറിച്ച് ഒരാളുടെ യോഗ്യത, അയാൾക്ക് യോഗ്യതയില്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. ഹർജി കൊടുത്തപ്പോൾ 2-3 വക്കീലന്മാരെ ഞാൻ വക്കാലത്ത് നൽകി മാറ്റി വെച്ചു. കാരണം വക്കീലന്മാരെ ഓരോരുത്തരെയായിട്ട് സ്വാധീനിക്കുകയാണ്. അപ്പോൾ അവസാനം ഞാൻ എന്താ ചെയ്തത്? ഞാൻ സ്വയം ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസിൻ്റെ ഡിവിഷൻ ബെഞ്ചിൽ കഴിഞ്ഞ 6 മാസമായി എൻ്റെ കേസിന് വേണ്ടി പാർട്ടി ഇൻ പേഴ്സണായിട്ട് ഞാൻ സ്വയം ഹാജരായി കേസ് വാദിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞതൊക്കെ എന്താണ്? ചില ആളുകൾ കിംവദന്തികൾ ഉണ്ടാക്കി ഒരാളിനെ കുറിച്ച് പറയുന്ന പച്ചക്കള്ളങ്ങൾ അത് ഏറ്റു പറഞ്ഞ് 30 കൊല്ലം പാർട്ടി അംഗമായിരുന്ന ഒരാളെ വക്രീയമായി ചിത്രീകരിച്ച് ഈ രീതിയിൽ അവഹേളിച്ച് പാർട്ടി ഓഫീസിൽ നിന്ന് ഓടിച്ച ഒരാളിനെ കുറിച്ച് എനിക്ക് എന്ത് പറയാനാണ്? അത് നിങ്ങൾ തന്നെ ആലോചിക്കുക. അത് മാത്രമല്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അതാണ്. അപ്പൊ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് ഇയാടെ കക്ഷി അവിടെ ഇല്ലേ, പിന്നെന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. എനിക്കിപ്പോഴും ഇനിയും ആളുകൾ എന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കുമെന്നും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ എനിക്കൊരു ദുരനുഭവം ഉണ്ടായാൽ എൻ്റെ നാട്ടുകാർ, എനിക്ക് ഇങ്ങനെ ഒരു സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഒരു വധശ്രമത്തിൽ നിന്ന് ഞാൻ നേരത്തെ രക്ഷപ്പെട്ടതാണ്. അതിൻ്റെ കേസ് കൊട്ടിയം പോലീസ് സ്റ്റേഷനിലുണ്ട് എന്നുള്ള വസ്തുത കൂടി മനസ്സിലാക്കി കുറ്റവാളികളായ ആളിനെ അല്ലെങ്കിൽ ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഗൂഢാലോചന നടത്തുന്ന ഈ വികലാംഗരെ പോലുള്ള ഈ പെറ്റീഷൻ കൊടുത്തിട്ടുള്ള വികലാംഗരെ പോലെയുള്ള ആളുകളെ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവപ്പെട്ട എന്നെ ഇത്തരത്തിൽ ജീവിക്കാൻ സമ്മതിക്കാത്തതിനെതിരെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ആ കാര്യത്തിൽ ഇടപെട്ട് മുഴുവൻ കുറ്റവാളികളെയും, എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് ഞാൻ 2 കൈയും കൂപ്പി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.